4 മന്ത്രിമാർ CPIയിൽ നിന്ന് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിലും പട്ടാമ്പിയുടെ താരം മുഹമ്മദ് മുഹ്സിനാണ് CPI ഓഫീസിലും താരം. എങ്ങനെയുണ്ട് കുറച്ച് ദിവസമായി MLA ആയി ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ലെങ്കിലും MLA തന്നെയാണ്. കുറച്ച് ദിവസമായിട്ട് താരമൊന്നുമല്ല, സാധാരണ ഒരു പ്രവർത്തകരാണ് CPIയുടെ. മറ്റുള്ളവരൊക്കെ നമ്മുടെ നേതാക്കളാണ്. എങ്ങനെയുണ്ട് പട്ടാമ്പിയിലെ ജനങ്ങളുടെ വിജയത്തിന് ശേഷമുള്ള ഒരു പ്രതികരണം? ഇതാ കണ്ടില്ലേ, ഇവരൊക്കെ പട്ടാമ്പിക്കാരാണ്. കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നു. വളരെ ആവേശത്തിലാണ്. എൻ്റെ മുമ്പിലുള്ള ഒരു ചലഞ്ചിങ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയരണം. അതാണ് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള. യുവാക്കളും സ്ത്രീകളും മുതിർന്നവരും ഇതിൽ തന്നെ ഉണ്ട് പലരും. എല്ലാവരും വളരെ ആവേശത്തിലും വളരെ പ്രതീക്ഷയിലുമാണ് പട്ടാമ്പിയിൽ. മുഹ്സിൻ തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്നറിഞ്ഞ് ഒരു ബറ്റാലിയൻ കൂടിയോ? കുറേ പേര് വന്നിട്ടുണ്ട്, കുറേ പേര് വരുന്നുണ്ട്. കനയ്യ പ്രചരണത്തിന് വന്നു, അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം എന്തായിരുന്നു ഒരു പ്രതികരണം? വളരെ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തോടുകൂടിയുള്ള പ്രതികരണമാണ്. പറയാൻ വാക്കുകളില്ല. പിന്നെ ആളുകളുടെ പ്രതീക്ഷക്കൊത്ത് നന്നായിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ പൊളിറ്റിക്സ്, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ ഈ പ്രതിരോധത്തിൻ്റെ ശബ്ദവും നിയമസഭയിലും പുറത്തും മുഴങ്ങണം എന്നൊക്കെ തന്നെയാണ്. ഏതെങ്കിലും പരിപാടിക്കൊക്കെ ഇനി കനയ്യയെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി ഉണ്ടോ മനസ്സിൽ? അത് പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. കനയെ കൊണ്ടുവരാൻ അവിടത്തെയും ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ കമ്മിറ്റിയും ബാക്കിയുള്ളവരുമാണ് തീരുമാനിക്കുക. അതുപോലെ ഇവിടുത്തെ കമ്മിറ്റിയും. അപ്പോൾ എനിക്ക് കൃത്യമായിട്ടറിയില്ല. ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഇതൊക്കെ വന്നേക്കാം പേഴ്സണലായിട്ട്. മറ്റ് പാർട്ടി പരിപാടികൾക്കൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ 18 മന്ത്രിമാരുണ്ടെങ്കിലും 4 മന്ത്രിമാർ നമ്മുടെ സ്വന്തം മന്ത്രി എന്ന് പറയുന്ന CPIയുടെ മന്ത്രിയാണ്. അവരുടെ വകുപ്പിൽ നിന്ന് കൂടുതൽ പദ്ധതികൾ പട്ടാമ്പിക്കാർക്ക് എത്തിച്ചു നൽകുമോ? അല്ല, എല്ലാ മന്ത്രിമാരും LDFൻ്റെ മന്ത്രിമാരാണ്. എല്ലാവരുടെ വകുപ്പിൽ നിന്നും പട്ടാമ്പിക്ക് ലഭിക്കേണ്ടത് പരമാവധി, കാരണം 15 വർഷമായിട്ട് വികസനത്തിൽ വളരെ പിറകിലാണ്. പട്ടാമ്പിക്ക് ലഭിക്കേണ്ടത് പരമാവധി എത്തിക്കുക എന്നുള്ള ദൗത്യമാണ്. അതിനെല്ലാ മന്ത്രിമാരോടും അതുപോലെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ചോദിച്ച് അത് വിവരം ഞാൻ അറിയിക്കും. പട്ടാമ്പിയിലെ ആവശ്യങ്ങൾ, പട്ടാമ്പിയിലെ വികസനങ്ങളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ മുഹ്സിനുണ്ട്. മുഴുവൻ മന്ത്രിമാരുടെയും പദ്ധതികൾ ഉപയോഗപ്പെടുത്തി പട്ടാമ്പിയെ വലിയൊരു പദ്ധതി കൊണ്ടുവന്ന് തന്നെ പട്ടാമ്പിയിൽ മികച്ച ഒരു മണ്ഡലമാക്കി മാറ്റും എന്ന് തന്നെയാണ് മുഹ്സിൻ പറയുന്നത്.